തേക്കടി പെരിയാർ ടൈഗർ റിസർവ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം കേരളത്തിലെ ഏറ്റവും ഫേമസ് ബോട്ടിങ്ങുകളിലൊന്നായ തേക്കടി ബോട്ടിംഗ് കവർ ചെയ്യാം എന്നുള്ളതാണ്. ഫാമിലിയായി വന്നു പോലും വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം ആണ് തേക്കടി ബോട്ടിംഗ്. 2 ഡേയും 1 നൈറ്റും ഇവിടെ സ്പെൻഡ് ചെയ്ത് 3 പ്രോഗ്രാംസ് കംപ്ലീറ്റ് ചെയ്യാനാണ് എന്റെ പ്ലാൻ. 2 ബോട്ടിങ്ങും 2 നൈറ്റ് സഫാരിയും 1 ഫുൾ ഡേ ബാംബു റാഫ്റ്റിംഗും ആണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. വെള്ളിയാഴ്ച നൈറ്റ് 9 മണിക്ക് കൊച്ചിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 2 മണിയോടുകൂടി തേക്കടിയിലെ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. ലേറ്റായാണ് ചെക്ക് ഇൻ ചെയ്തതെങ്കിലും കൃത്യം 6 മണിക്ക് തന്നെ പെരിയാർ ടൈഗർ റിസർവിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തി. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് മെയിൻ ആയി പെരിയാർ ടൈഗർ റിസർവിന്റെ എൻട്രൻസ് ടിക്കറ്റും ഷട്ടിൽ ബസിന്റെ ടിക്കറ്റുമാണ് എടുക്കാറ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് രാവിലെ 6:30 പോലും അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണ്. ഇതിലധികവും തമിഴ്നാട്ടിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ വന്ന ടൂറിസ്റ്റുകളാണ്. ഈ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്റെ പ്രോഗ്രാംസിന്റെ ടിക്കറ്റ് എല്ലാം ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നത് നല്ലൊരു ഡെസിഷൻ ആയിരുന്നു. ഈ ഷട്ടിൽ ബസിലാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ബസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് സീറ്റ് പ്രിഫറൻസ് ഒന്നും വലിയ കാര്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നടന്നും പോവാവുന്നതാണ്. ജസ്റ്റ് 1 മണിക്കൂർ എടുക്കുള്ളൂ. ഞാൻ ആ സാഹസം തിരിച്ചു വരുന്ന വഴിക്കൊന്ന് ട്രൈ ചെയ്തു. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിൾ ഉള്ളിലേക്ക് കടത്തിവിടും. എന്റെ ടിക്കറ്റ് എല്ലാം ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരിയാർ ടൈഗർ റിസർവ് .org എന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ഓൺലൈൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നാൽ നമ്മുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ വെബ്സൈറ്റ് ത്രൂ പെരിയാറിന്റെ എല്ലാ പ്രോഗ്രാംസും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ബോട്ടിംഗ് ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തപ്പോൾ ബോട്ടിങ്ങിനെ കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻസ്, ടൈമിങ്സ്, കോസ്റ്റ് എല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇതിലെ ബുക്ക് ടിക്കറ്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഡേറ്റിലെ ബോട്ടിംഗ് ടൈമിങ്സും ടിക്കറ്റ് അവൈലബിലിറ്റിയും എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് കാണാം തൊട്ടടുത്തുള്ള ഡേറ്റിലെ മോർണിംഗ് ആൻഡ് ഈവനിംഗ് ടിക്കറ്റ്സ് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആണ്. സോ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ്. ഡേറ്റും ടൈമിങ്ങും ചൂസ് ചെയ്തതിനു ശേഷം നമ്പർ ഓഫ് ഗസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഓൺലൈൻ ടിക്കറ്റിന്റെ കൂട്ടത്തിൽ തന്നെ എൻട്രൻസ് ടിക്കറ്റും ഷട്ടിൽ ബസിന്റെ ടിക്കറ്റും നമുക്ക് എടുക്കാവുന്നതാണ്. സോ പാർക്കിംഗിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ആഡ് ടു കാർഡിലേക്ക് കൊടുക്കുക. ദെൻ ടിക്കറ്റിന്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് പ്രൊസീഡ് കൊടുത്ത് പേ ചെയ്യുക, ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ വന്ന് ബസ് ഇറങ്ങിയതിനു ശേഷം ആദ്യം എനിക്ക് ചെയ്യാനുള്ളത് ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് മാറിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനായി ടിക്കറ്റ് കൗണ്ടറിന്റെ സെക്കൻഡ് എൻട്രി വഴി ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് എൻട്രിയിൽ ഒരുപാട് ആൾക്കാർ ടിക്കറ്റിനായി ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. പകുതി ടിക്കറ്റ് ഓൺലൈൻ ആയിട്ടും പകുതി ടിക്കറ്റ് ഓഫ്ലൈൻ ആയിട്ടുമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ കയറുമ്പോൾ പഗ്മാർക്ക് എന്ന പേരുള്ള ഒരു സുവനിയർ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇവിടെ വന്നതിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയ സാധനം മേടിച്ച് വെക്കാം. ഈ എക്സിറ്റിലൂടെ വെളിയിലിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അവിടെ നിന്ന് നമ്മുടെ ബോട്ടിംഗ് ടിക്കറ്റിന്റെ ഹാർഡ് കോപ്പി പ്രിന്റ് ഔട്ട് മേടിച്ച് വെക്കാം. ഇവിടെ 2 ബോട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. പെരിയാറിന്റെയും KTDCയുടെയും. 2ന്റെയും ഓൺലൈൻ ഓഫ്ലൈൻ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ കണ്ട എല്ലാ പ്രോഗ്രാംസിന്റെ ടിക്കറ്റും ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കുന്നതാണ്. സോ ടിക്കറ്റ് കിട്ടി. ഇതില് ബോട്ടിന്റെ പേര്, ടൈമിങ്, സീറ്റ് നമ്പർ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ LD എന്ന് കാണുന്നത് ലോവർ ഡെക്ക് ആണ്. സോ ലോവർ ഡെക്കിലെ 40ാമത്തെ സീറ്റാണ് എനിക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായി എക്സ്പ്ലോർ പെരിയാർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കൗണ്ടർ കാണാം. അവിടെ ബൈനോക്കുലേഴ്സ് റെന്റിന് അവൈലബിൾ ആയിരിക്കും. കിട്ടിയാൽ എടുത്തോ, അടിപൊളിയാണ്. പക്ഷേ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ ചെന്നപ്പോഴൊക്കെ അത് റിപ്പയറിംഗിലായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവോയർ ആണ് ഈ കാണുന്ന പെരിയാർ ലേക്ക്. ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിന്നുള്ള പെരിയാർ ലേക്കിന്റെ വ്യൂ ആണിത്. ചില സമയങ്ങളിൽ അനിമൽ സൈറ്റിംഗ് ഇവിടെ നിന്ന് പോലും നമുക്ക് കിട്ടാറുണ്ട്. ഈ വലത്തേ സൈഡിലേക്ക് ഒഴുകി പോകുന്ന വെള്ളമാണ് ഫൈനലി തമിഴ്നാട്ടിലെത്തി അവിടുത്തെ എല്ലാ കൃഷി ആവശ്യങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തുന്നത്. രാവിലെ നല്ല മിസ്റ്റ് ഉണ്ട്. ഞാൻ വന്ന സമയത്ത് ഫുൾ മൂടിക്കിടക്കുമായിരുന്നു. ഇപ്പൊ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന തിരക്ക് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനി ഓഫ്ലൈനായി ടിക്കറ്റ് എടുക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഷട്ടിൽ ബസിൽ തന്നെ കയറി ബോട്ട് ലാൻഡിംഗിൽ എത്താൻ ശ്രമിക്കുക. ബാക്കി ടൈമിലുള്ള ബോട്ടിങ്സിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മുന്നെങ്കിലും വന്ന് ക്യൂ നിൽക്കേണ്ടി വരും. പെരിയാറിന്റെയും KTDCയുടെയും ബോട്ടുകൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടത്തെ ഗാർഡ്സ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് പാസഞ്ചേഴ്സിനെ അതാത് ബോട്ടിലേക്ക് ബോർഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ബോട്ടിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. പെരിയാറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാൽ കാടും മലയും തടാകവും ഗ്രാസ് ലാൻഡുകളും ഇവയെല്ലാം ചേർന്നുണ്ടായ ഒരു പെർഫെക്റ്റ് മിക്സ് ആണ് പെരിയാർ ടൈഗർ റിസർവ്. നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. കേരളം മുതൽ മഹാരാഷ്ട്ര വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മലനിരയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ള പല നദികളും കാടുകളും ജലാശയങ്ങളും എല്ലാം വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ഒരു മ്ലാവാണേ. ആള് കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടേക്ക് ഒറ്റയ്ക്ക് മേഞ്ഞു നടക്കുവാണ്. പെരിയാർ ഒരു ടൈഗർ റിസർവ് മാത്രമല്ല, ഇതൊരു എലിഫന്റ് റിസർവ് കൂടിയാണ്. റീസെന്റ് സർവീസ് പ്രകാരം 40ഓളം കടുവകളുള്ള പെരിയാറിനെ ടൈഗർ റിസർവായി ഡിക്ലെയർ ചെയ്തത് 1978 എന്നാൽ 2002 ഇതിനെ എലിഫന്റ് റിസർവ് കൂടിയായി ഡിക്ലെയർ ചെയ്യണ്ടായി. ദേ ഒരു നീർക്കാക്ക ഇരിക്കുന്നുണ്ടേ. പുള്ളി വെള്ളത്തിന്റെ അടിയിൽ പോയി മീനൊക്കെ പിടിച്ചു വന്ന് ദേഹം ഉണക്കാനുള്ള ഒരു പരിപാടിയിലാണ്. 60 അടിയോളം താഴ്ച വരെ പോയി ഇവന്മാര് മീൻ പിടിക്കാറുണ്ട്. ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ആയി വന്ന ഈ പെരിയാർ ലേക്ക് ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം പെരിയാർ ടൈഗർ റിസർവിന്റെ ഹൃദയഭാഗമായി മാറിയത് എങ്ങനെയെന്നാൽ കാടിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തെയാണ് വേനൽക്കാലത്ത് ഇവിടുള്ള ഒട്ടുമിക്ക ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. അത് മാത്രമല്ല, ഈ കാടിന്റെ ചൂടും തണുപ്പും ഒക്കെ നിയന്ത്രിക്കുന്നതിനും ഈ പെരിയാർ ലേക്കിന് വലിയ ഒരു പങ്കുണ്ട്. ഇവിടെ ആനിമൽ സൈറ്റിംഗ് ധാരാളമായി കിട്ടുന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെയും ഫോട്ടോഗ്രാഫേഴ്സിന്റെയും ഒക്കെ ഹോട്ട്സ്പോട്ടാണ് പെരിയാർ തടാകം. ഇതൊരു ജലാശയം മാത്രമല്ല, ഈ കാടിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു ഹൃദയ സ്പന്ദനം കൂടിയാണ്. നമുക്ക് മറ്റൊരു സൈറ്റിംഗ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു കൂട്ടം കാട്ടിയാണ്. ഇന്ത്യൻ ഗൗർ എന്ന പേരുള്ള ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത കാലിൽ വെള്ള സോക്സ് ഇട്ട പോലുള്ള അതിന്റെ കളറാണ്. രാവിലെ 7:30 മണിക്കുള്ള ബോട്ടിങ്ങും വൈകുന്നേരം 3:30 മണിക്കുള്ള ബോട്ടിങ്ങുമാണ് യൂഷ്വലി എല്ലാ ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്നത്. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വൈകുന്നേരം 3:30 മണിക്കുള്ള ബോട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ അനിമൽ സൈറ്റിംഗ് കാണാൻ സാധ്യതയുള്ളത്. എന്നാൽ രാവിലെയുള്ള ബോട്ടിങ്ങിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ടൈഗർ സൈറ്റിംഗ് കാണാൻ സാധ്യതയുള്ളത് രാവിലെയുള്ള ബോട്ടിങ്ങിലാണ്. കാരണം എൻവിയോൺമെന്റ് വളരെ സൈലന്റ് ആയിരിക്കും. ഈ സമയത്തായിരിക്കും ഈ എപെക്സ് പ്രെഡേറ്റേഴ്സ് എല്ലാം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് റൈഡ് ചെയ്തു പോകുന്ന ഈ ബോട്ടുകൾ കാണുന്നത് തന്നെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ പെരിയാറിൽ ടൈഗേഴ്സ് മാത്രമല്ലുള്ളത്, ലെപ്പേർഡ്സും ബ്ലാക്ക് പാന്തറും വൈൽഡ് ഡോഗും കരടിയും സിംഹവാലനും കരിങ്കുരങ്ങും ഉൾപ്പെടുന്ന റെയർ സ്പീഷീസ് തുടങ്ങി നമ്മൾ വളരെ കോമൺ ആയി കാണുന്ന ആനയും കാട്ടിയും സാമ്പാടിയറും മലമുഴക്കി വേഴാമ്പലും മറ്റ് 250-ൽ പരം വ്യത്യസ്ത പക്ഷികളും കിങ് കോബ്ര ഉൾപ്പെടുന്ന റെപ്റ്റൈൽസും ധാരാളം ചിത്രശലഭങ്ങളുടെ സ്പീഷീസും മരങ്ങളും ചെടികളും മത്സ്യങ്ങളും ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ ഒരു വിസ്മയപൂരമാണ് പെരിയാർ ടൈഗർ റിസർവ്. ഈ കാണുന്നതാണ് പെരിയാറിലെ ഏറ്റവും ഫേമസ് ആയ ലേക്ക് പാലസ് റിസോർട്ട്. ഇപ്പോൾ ഇതൊരു റിസോർട്ട് ആണെങ്കിലും പണ്ട് കാലങ്ങളിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു സമ്മർ റിട്രീറ്റ് ആയിരുന്നു ലേക്ക് പാലസ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെരിയാർ തടാകത്തിന്റെ ഒരു ദ്വീപിലാണ് ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വെറും 6 റൂമുകളാണുള്ളത്. ഏറ്റവും പീസ്ഫുൾ ആയിട്ട് കാടിനെയും മൃഗങ്ങളെയും ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലേക്ക് പാലസ് റിസോർട്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു പ്ലസ് ഉള്ളത്, ബുക്കിംഗ് സമയത്ത് തന്നെ ബോട്ട് ടിക്കറ്റ് ഓപ്റ്റ് ചെയ്താൽ പീക്ക് സീസണിൽ പോലും തിക്കും തിരക്കുമില്ലാതെ പെരിയാർ ലേക്ക് ബോട്ടിംഗ് ആസ്വദിക്കാമെന്നുള്ളതാണ്. അടുത്ത സൈറ്റിംഗ് കുറച്ച് സാമ്പാടിയാർ വെള്ളത്തിലിറങ്ങി കിടക്കുന്നതാണ്. കണ്ടിട്ട് റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് മെല്ലെ എണീറ്റ് ആ ഗ്രാസ് ലാൻഡിലേക്ക് നടന്ന് പുല്ല് തിന്നാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ശരിക്കും ഈ ലേക്ക് കാണപ്പെടുന്ന സ്ഥലം ഒരു തിക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തേക്കടിയിലെ പെരിയാറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് 130ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഈ മരക്കുറ്റികൾ. മുല്ലപ്പെരിയാർ ഡാം പണിയുന്ന സമയത്ത് ഇതൊരു റിസർവോയറായി മാറിയപ്പോൾ മുങ്ങിപ്പോയ മരങ്ങളാണ് ഇവയെല്ലാം. നമ്മൾ ഈ കാണുന്ന മരക്കുറ്റികളിൽ പലതും 50 മുതൽ 60 വരെ അടി നീളമുള്ള വലിയ വൃക്ഷങ്ങളാണ്. ഇവയെല്ലാം ഇന്ന് ഓരോ പക്ഷികളുടെയും വാസസ്ഥലങ്ങളാണ്. ഇവിടെ ചില മരക്കുറ്റികളുടെ മേലില് റിബൺ എല്ലാം കെട്ടി നിർത്തിയേക്കുന്നത് നമുക്ക് കാണാം. ഇത് റിസർവോയറിൽ വെള്ളം പോകുന്ന സമയത്ത് ബോട്ടൊന്നും വന്ന് മരക്കുറ്റികളിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണ്. ഇവിടുത്തെ ഗൈഡുമാരുടെ സേവനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവരുടെ കയ്യിൽ നല്ല ഹൈ ക്വാളിറ്റി ബൈനോക്കുലറുകളുണ്ട്. അവരതിൽ മൊബൈൽ ക്യാമറകൾ വെച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോയും വീഡിയോയും ഒക്കെ പാസഞ്ചേഴ്സിന് എടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബോട്ടിന്റെ സ്പീഡ് മെല്ലെ ആവുന്നത് കാണാം.
അപ്പോൾ മനസ്സിലാവും അവിടെ എവിടെയോ ഏതോ ഒരു മൃഗത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഓരോ അനിമൽസിനെയും പക്ഷികളെയും ഒക്കെ ഈ ഗൈഡുമാര് കൃത്യമായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ദേ ഒരു മ്ലാവിന്റെ കുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട്. അതിന്റെ അമ്മയെ അടുത്തൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വല്ല പുലിയോ മറ്റോ പിടിച്ചതാണോ എന്നും അറിയില്ല. ഏകദേശം ബോട്ടിംഗ് തീരാറായപ്പോ നമുക്ക് നല്ലൊരു മഴ കൂടി കിട്ടി കേട്ടോ. ആ തടാകത്തിൽ മഴത്തുള്ളികൾ വന്ന് വീഴുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പെരിയാറിലെ ബോട്ടിംഗ് ആനിമൽ സൈറ്റിങ്ങിന് വേണ്ടി മാത്രം വരാനുള്ള ഒരു സ്ഥലമേ അല്ല. ഇവിടത്തെ തടാകത്തിന്റെ ഭംഗിയും കാടിന്റെ പച്ചപ്പും ശുദ്ധമായ വായുവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഈ യാത്രയുണ്ടല്ലോ, തികച്ചും റിലാക്സിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പെരിയാർ ലേക്ക് ബോട്ടിംഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഡീറ്റെയിൽസും കാർ പാർക്കിംഗ് ലൊക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മറ്റൊരു യാത്രാ വിശേഷവുമായി കാണുന്നത് വരെ ബൈ ഫോർ നൗ.